മാറ്റമില്ല. ഇന്ന് വേഗത്തിൽ ഒരു വാക്കിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ കാണുന്നത്. അബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തി, നേരത്തെ അബ്രഹാമിന്റെ കാര്യം ഒന്നും പ്രകടമായ രീതിയിൽ ദൈവിക അനുഗ്രഹത്തിൽ വരാൻ തക്കവണ്ണം അബ്രഹാമിൽ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ദൈവം വിളിക്കുക. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ എന്തുകൊണ്ടോ അല്ല ദൈവത്തിന്റെ അനുഗ്രഹം. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഓൺ ഡിസിഷൻ, ദൈവത്തിന്റെ തീരുമാനം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം, ഞാൻ അത് വേഗത്തിൽ അത് വായിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് സാധാരണഗതി നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്ത് നടക്കുക. എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, ഒരു ദൈവവേദലിന്റെ ആണെങ്കിലും ചിന്ത എങ്ങനെ ദൈവത്തിൽ നിന്ന് കുറച്ച് അനുഗ്രഹം കരസ്ഥമാക്കാം. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ദൈവ പൈതൽ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞവനാണ്. അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവം ഓൾറെഡി ബ്ലസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മുടെ ചിന്തകളിൽ മാറ്റമില്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റമില്ല. ചിന്തകളിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിനക്കൊരു അനുഗ്രഹം ഉണ്ടാവുന്നല്ല, നീ ഒരു അനുഗ്രഹം. എങ്ങനെയാ? ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഒരാൾ കയറുമ്പോൾ ദൈവം അവനെ അനുഗ്രഹമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സാഹചര്യത്തിൽ പോയാലും അവനൊരു അനുഗ്രഹം തന്നെയായിരിക്കും. വിശ്വസിക്കാൻ പാടല്ലേ? ഒരു ദൈവവേദിയില് നിരന്തരം പല വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെങ്കിൽ റിയൽ ആയിട്ട് അങ്ങനെ എഴുതിയേക്കുന്നത്, ദൈവജനത്തിൽ എഴുതിയേക്കുന്നത് അങ്ങനെ. അത് കണ്ണുമടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവജനത്തിന്റെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികളിൽ നമ്മളിൽ ആരംഭിക്കാൻ തുടങ്ങും. ഒന്നും അവിടെ അങ്ങനെ നിൽക്കട്ടെ, അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. അത് അബ്രഹാം വിശ്വസിച്ചു. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോഴേ, നമ്മൾ ഒരു കാര്യം ഞാൻ ഒന്ന് നോക്കിയപ്പം കണ്ടില്ല, ഇനി ഉണ്ടോ എന്ന് കുറച്ചുകൂടെ ആഴത്തിൽ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ വളരെ നല്ല കമന്റ് ചെയ്താൽ മതി. ഈ അബ്രഹാമിനെ വിളിക്കുന്നതിന് മുൻപും ഈ വിളിച്ച് ഈ അനുഗ്രഹം കൊടുത്തതിന് ശേഷവും പ്രത്യേകമായി എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈ അബ്രഹാം പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പ് അബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തി ദൈവത്തോട് എന്തെങ്കിലും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. ഈ ദൈവം വിളിച്ച് ഈ വാഗ്ദത്തം കൊടുത്തതിന് ശേഷവും അദ്ദേഹം തന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. പകരം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന്റെ ശബ്ദത്തെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യത്തുള്ളൂ. അപ്പോൾ യഥാർത്ഥ ദൈവവേദലിന് പ്രാർത്ഥനാ വിഷയങ്ങളില്ല. അതാണ് ഒരു യഥാർത്ഥ ദൈവവേദൽ. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവ പൈതലാണെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് സംശയം വരുന്നത്, അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയെ വേണ്ട. അല്ലല്ല, പ്രാർത്ഥിക്കുകയെ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കാരണം നീ ദാസനല്ല, നീ പുത്രനാണ്. എന്റെ പിതാവ് ഈ ലോകത്ത് ജീവിച്ചിരുന്ന അവസാന നിമിഷം വരെ എന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് എന്റെ അപ്പനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ അപ്പൻ ഒരു മനുഷ്യനായതുകൊണ്ട് മാനുഷികമായ പരിമിതിയുണ്ടായിരുന്നു. പക്ഷെ ആ പരിമിതിക്ക് നിന്നുകൊണ്ട് പരിമിതിയുടെ അങ്ങേയറ്റം എനിക്കൊരാവശ്യം വന്നാൽ അതിനു മുമ്പേ എന്റെ അപ്പനും അത് കരുതി തരുമായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യം വരത്തില്ല, കാര്യം എന്റെ അപ്പന്. ഇന്നെ കേൾക്കുന്നവരോട് പറട്ടെ, ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അപ്പനുണ്ട് സ്വർഗത്തിൽ. ഈ ദൈവം തമ്പുരാൻ നമ്മുടെ അപ്പനാന്നാ പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാമിനോട് പറയാം, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാം അത് വിശ്വസിച്ച് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അബ്രഹാം അതിനു മുമ്പും തന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാർത്ഥിച്ച് കിട്ടുന്നതല്ല, ദൈവത്തിന്റെ തീരുമാനം. ഇന്ന് ഈ വചനം കേൾക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു തീരുമാനമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് അബ്രഹാം തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഒന്നും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പൊ നമ്മൾ തോന്നും, ഇത് അബ്രഹാമിന്റെ കാര്യമല്ല. അല്ല, നമ്മുടെ കാര്യമുണ്ട്. അതാണ് ഗലാത്യ ലേഖനം വരുമ്പോൾ ഗലാത്യർ 3:29 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും
വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് യേശുവെ എന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹത്തെക്കാൾ വലുതാ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ, ചെറുതല്ല വരുന്നത്. കാര്യം അബ്രഹാം പഴയ നിയമത്തിലെ വിശുദ്ധനായിരുന്നു. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പുതിയ നിയമത്തിലെ അവകാശിയാ. വെറും വിശുദ്ധൻ മാത്രമല്ല, അവകാശി, ദൈവത്തിന്റെ അവകാശിയും കൂടെ ആയിരിക്കുക. അവിടെ അതുകൊണ്ട് ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ ആണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആണോ? ആണെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. അബ്രഹാമിന് അവകാശമല്ല കിട്ടിയത്, പ്രതിഫലമാണ് കിട്ടിയത്. പക്ഷെ ദൈവമക്കൾക്ക് അവകാശമാണ് കിട്ടുന്നത്. അപ്പൊ തന്നെ ഞാൻ വേഗത്തിൽ അങ്ങ് അവസാനിപ്പിക്കുക. ഇന്നത്തെ ചിന്ത ഇത്രയേ ഉള്ളൂ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് ചിന്തകൾ ആ തലങ്ങളിൽ നമ്മൾ ഉയരുന്നില്ലെങ്കിൽ ജീവിതത്തിൽ അതിന്റെ ഉയർച്ച ഉണ്ടാകത്തില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, മനസ്സിൽ ഉയർച്ച ഉണ്ടായെങ്കിലേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളും, ഇപ്പൊ നിങ്ങൾ ചോദിച്ചു പിന്നെ ബ്രദറെ എന്തുകൊണ്ടായി വിഷയങ്ങളും പ്രശ്നങ്ങളും ദൈവ പൈതലും അവകാശിയും? പിന്നെ എന്തുകൊണ്ടാണ്? കാരണം നീ ഒരു അനുഗ്രഹമാ. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, അബ്രഹാമിനെ കാണുന്നു, നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു. പിന്നീട് ജീവിതത്തിന്റെ അനുഭവങ്ങൾ വിവിധ എന്തെല്ലാം വിഷയങ്ങളിൽ കൂടി അദ്ദേഹം കടന്നുപോയി. പക്ഷെ ദൈവത്തിന്റെ വാക്ക് മാറിയോ? തലമുറയായിട്ടും ദൈവത്തിന്റെ വാക്ക് മാറിയോ? ഇല്ല. അടുത്തത് നമ്മൾ കാണുന്നത് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ കേൾക്കുമ്പോഴേ അറിയാം. ആദ്യം പൊട്ടക്കിണർ, പിന്നെ അടിമക്കച്ചവടക്കാർക്ക് വിട്ടുകൊടുത്തു, പിന്നെ കാരാഗ്രഹത്തിൽ പോകുന്നു, പിന്നെ തിരിച്ച് പൊത്തിഫേറിന്റെ വീട്ടിൽ വരുന്നു, പിന്നെയും കാരാഗ്രഹത്തിൽ പോകുന്നു. പക്ഷെ അവസാനം പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ് ആയോ? അങ്ങനെയാ. ഇന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, എന്തെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നാൽ ദൈവം വിളിച്ച വിളിക്ക് മാറ്റമില്ല. അത് നമ്മൾ മനസ്സുകൊണ്ട് അത് മനസ്സിലാക്കി ആ തലങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചാൽ മതി. ആ പൊട്ടക്കിണറ്റി വീണപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം ജോസഫിന്റെ കൂടെയുണ്ട്. അടിമക്കച്ചവടത്തിൽ വിട്ടപ്പോഴും ഉണ്ട്. കാരാഗ്രഹത്തിൽ പോയപ്പോഴും ഉണ്ട്. പൊത്തിഫേറിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, അത് നമുക്കൊന്നും എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 39:2 എഴുതിയിരിക്കുന്നത്, യഹോവ ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ, പൊത്തിഫേറിന്റെ വീട്ടിൽ ദാസനായിട്ടിരിക്കുക, പക്ഷെങ്കിൽ അവിടെ എഴുതിയിരിക്കുക യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ആ പൊത്തിഫേറിന്റെ അനുഭവത്തിൽ തന്നെ പറയാ, അടിമയായിട്ട് എടുത്തുക, പക്ഷെ പറയാ ഇവന്റെ കൂടെ ദൈവം ഉള്ളതുകൊണ്ട് ഇവൻ എല്ലാത്തിനും അനുഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് എന്നെ പിടികിട്ടി. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണോ? അനുഗ്രഹിക്കപ്പെട്ടു. ഇനി അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പറയണ്ട, അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. ക്രിസ്തു യേശുവേ നീ എന്റെ കർത്താവിന്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞപ്പോൾ ആ ദാസൻ എന്നുള്ള അനുഭവത്തിൽ നിന്നും വിശുദ്ധൻ എന്നുള്ള വിശുദ്ധ രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം, വിശുദ്ധ വംശം, അല്ലെങ്കിൽ അവകാശി എന്നുള്ള തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, ആ അവകാശത്തിൽ ജീവിക്കണം, അവകാശ ബോധ്യത്തോടെ ജീവിക്കണം. അല്ലാതെ ദാസനെ പോലെ കരഞ്ഞു വിളിച്ച് ജീവിക്കേണ്ട. ആ ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ദൈവവേദിയിലായിരുന്നു, പൊട്ടക്കണ്ടി വീണപ്പോഴും ദൈവവേദിയിലായിരുന്നു, പൊത്തിഫേറിന്റെ വീട്ടിൽ പോയപ്പോഴും ദൈവവേദിയിലായിരുന്നു, വീണ്ടും കാരാഗ്രഹത്തിൽ പോയപ്പോഴും. ഒന്ന് ഓർത്തേ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ടും യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം പ്രൈം മിനിസ്റ്റർ ആയപ്പോഴും അതേ ദൈവം തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നു. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, എന്തെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നാലും മടുത്തു പോകല്ല. മനസ്സിൽ ചിന്തയിൽ ആ ഉന്നതി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകത്തു. ഒന്നും ഒരിക്കലും എന്നെ തൊടത്തില്ലെന്ന് പറയണം, ഒന്നും ഒരിക്കലും എന്നെ നശിപ്പിക്കത്തില്ല. ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് വിടുതലുണ്ട്, അത്ഭുതമുണ്ട്, അനുഗ്രഹമുണ്ട്. ഒന്നുകൂടെ വിളിച്ചു പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകല്ല, ഞാൻ ഓൾറെഡി അനുഗ്രഹമാണ്. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട വചനം ഒന്നുകൂടെ വിശ്വസിച്ച് ഞാനൊരു അനുഗ്രഹമാണ്. ഒരു 10 തവണ പറയണം ഇന്ന് വീട്ടിൽ, ഞാനൊരു അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനല്ല, ഞാനൊരു അനുഗ്രഹമാണ്. അബ്രഹാം ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. അത് ജീവിതത്തിൽ ദൈവം തെളിയിച്ചു. ഇസഹാക്കിനോട് ദൈവം തെളിയിച്ചു, ഞാൻ അബ്രഹാമിനോട് പറഞ്ഞത് നിന്നിൽ കൂടി നിവർത്തിക്കും. യാക്കോബിൽ കൂടി നിവർത്തിച്ചു. പിന്നീട് 12 ഗോത്രങ്ങൾ, പിന്നീട് രാജകീയ വംശങ്ങൾ.
ദൈവം നിവർത്തിച്ചു. അവസാനം യേശുക്രിസ്തുവിൽ കൂടി ലോകത്തിലെ മാനവജാതിക്ക് മുഴുവനും ആ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. വിശ്വസിച്ചാൽ മതി, ആ അവകാശിയായി തീർന്നിരിക്കുക. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആ ദൈവജനം പറയുന്ന പോലെ, റോമാലേഖനം 12 പറയുന്നത് 1-2 പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോഴാണല്ലോ ദൈവത്തിന്റെ പ്രസാദവും ഹിതവും എന്തെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കരഞ്ഞ് വിലപിച്ച്, ഞങ്ങളെ നാളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിലപിച്ച് ദാസനെ പോലെ നടക്കേണ്ടുന്ന വ്യക്തിയില്ല, അവകാശത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. കാരണം ഞങ്ങളിലുള്ളവൻ ഈ ലോകത്തേക്കാൾ വലിയവനാണ്. യേശുക്രിസ്തുവിൽ കൂടി ആ അനുഗ്രഹമായി തീർന്നിരിക്കുകയാൽ സ്തോത്രം. ആ ബോധ്യം ഞങ്ങൾക്ക് തരണം. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഒന്ന് ധൈര്യമായിട്ട് വിളിച്ചു പറയണം, ഞാൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്നവനല്ല, ഞാൻ തന്നെ ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു അനുഗ്രഹമാണ്. ആ രോഗത്തിന്റെ അനുഭവം വരുമ്പോഴും നിങ്ങളൊരു അനുഗ്രഹം തന്നെ. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും നിങ്ങളൊരു അനുഗ്രഹം തന്നെ. പല ചോദ്യചിഹ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ അനുഗ്രഹം തന്നെ. പല നിന്ദയും പരിഹാസവും ഉണ്ടോ, നിങ്ങൾ അതിനകത്ത് നിങ്ങൾ അനുഗ്രഹം തന്നെ, ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പോൾ ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. മറന്നുപോകല്ലേ, ആ ബോധ്യത്തിൽ, അതാണ് ജയകരമായ ജീവിതം. ആ ബോധ്യത്തിൽ നടക്കണം. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്. മേടിച്ചു കഴിഞ്ഞു, തിരിച്ചു പോവുകയാണ്. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ധൈര്യമായിട്ട് വിളിച്ചു പറയണം, ഞാനൊരു അനുഗ്രഹമാണ്. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയും, ഞാനൊരു അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.